പറഞ്ഞു നടന്നത് ആരാ? ഈ അടുത്തട കാലം വരെ ഞാൻ ഇത്ര ചോദിക്കത്തുള്ളൂ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ നിങ്ങൾക്ക് അവരെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത്? അവർ വർഗീയ കക്ഷിയാണ്, ലീഗിന് വർഗീയതയുണ്ട്, ഇത് നമ്മളെന്നും പറയുന്നുണ്ടെന്നും പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ ചിറ്റപ്പം പറഞ്ഞത് ലീഗ് നല്ല സാധനമാണെന്നാ പറഞ്ഞത്. ലീഗ് ഇങ്ങ് വരട്ടു, എന്തിനാണ് അവിടെ കിടക്കുന്നത്? ഞങ്ങൾക്ക് ഇഷ്ട സാധനം തരാം. ചോദിക്കുന്ന നിങ്ങൾ എന്ത് പറയുന്നു അത് നമ്മൾ അംഗീകരിക്കാം. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്തിനാണ് അവിടെ 2 സീറ്റും? ഈ ചിറ്റപ്പനും പാർട്ടി ഇളക്കിയത് എന്താണ്? 2 സീറ്റ് കിട്ടേണ്ടവരാണോ ലീഗ്? കേരളത്തിലെ ജനപ്രതിനിധി 2 സീറ്റല്ല ലീഗിന് കിട്ടേണ്ടത്. അനുഭാവപൂർവ്വം പരിഗണിക്കണം, ലീഗ് അവിടുന്ന് വിടണം എന്ന് പറഞ്ഞ ചിറ്റപ്പനും ഗോവിന്ദനും പരമാവധി കത്തിക്കാൻ നോക്കിയില്ലേ ഇപ്പുറത്ത് വരുത്താൻ? അതിന് മുമ്പ് തൊട്ട് പറയുന്നു. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ സ്വീകരിക്കും. അടുത്ത തവണ വന്നു കഴിഞ്ഞാൽ, വീണ്ടും ഒരു തവണ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലീഗ് ഇപ്പുറത്ത് വരും, നിങ്ങൾ വരുത്തും. അപ്പം നിങ്ങൾ പുതിയ ക്യാപ്റ്റോട് വരും. ഇതാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പെന്ന് ഞങ്ങൾ പറയുന്നത്. അതിനിപ്പോ എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. IS വരെ നാളെ CPM-ന്റെ കൂടെ വരാ പറഞ്ഞാലും അവര് സ്വീകരിക്കും. IS വരെ CPM-ന്റെ കൂടെ പോയാൽ അത് മതേതരമാവും, അത്രേ ഉള്ളൂ. ഇവരോട് ആരൊക്കെ പോയാലും അവര് മതേതരം, പോയില്ലെങ്കിൽ അവര് തീവ്രവാദി. കാരണം ഇഞ്ചി ഗ്ലൂക്കോസ് ഇത്ര ഇവിടെ നേരത്തെ പറഞ്ഞതാണ്. ഈ അവിടെ വീട്ടിൽ പ്രവേശനമുള്ള ഒരാളാണ് നമ്മുടെ റെജി ഗ്ലൂക്കോസ്. ആ വീട്ടിൽ അത്ര പേഴ്സണൽ ബന്ധങ്ങളുള്ളതാണ്. റെജി ഗ്ലൂക്കോസ് പാർട്ടി മെമ്പർ ആയിരുന്നു. റെജി ഗ്ലൂക്കോസ് കടുത്തുരുത്തി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ലോക്കൽ സമ്മേളനം ചെയ്ത് റെജി ഗ്ലൂക്കോസ് ആണ്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന എല്ലാവരും പറയുന്നത് അയാൾ പാർട്ടിയോട് ഇതാണ് ഞാൻ പറഞ്ഞത്, തന്തയ്ക്ക് പിറക്കഴിയ കാണിക്കുന്നത്. ഇന്ന് വരെ യവന്മാർക്ക് വേണ്ടി പണിയെടുത്തിട്ട് ആ ചാനലിൽ നിന്നിട്ട് പറയും. അന്ന് വരെ ഒന്നും പറഞ്ഞു ഞങ്ങളുടെ പ്രതിനിധിയല്ല, ഇടത് നിരീക്ഷകൻ CPM കാരൻ എന്ന് പറഞ്ഞിട്ട് അന്ന് അവൻ പറയുന്നതെല്ലാം കൈയടിച്ചവന്മാര് ഇവൻ പാർട്ടി വിട്ടവൻ പറയുന്നു. അവനഴുക്ക് അയ്യേ, അവനൊന്നും CPM ആക്കിയ കാണുന്നവരല്ല, CPM ആണ്. ഇങ്ങനെ പറയുന്ന നിങ്ങളുണ്ട്, നിങ്ങൾ സത്യം പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. കാരണം നിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഇഞ്ചി ഗ്ലൂക്കോസിനെ പറഞ്ഞു വിട്ടത് ആരാണെന്നും ആൾക്കാർ പറയുന്നു. അതൊരു പാലം പണിയാണ്. ഇഞ്ചി ഗ്ലൂക്കോസിനെതിരെ ഒന്നും പറയുന്നില്ലല്ലോ. കുറെ അണികൾ പറയുന്നല്ല, നേതാക്കളെ ആരെങ്കിലും ഇഞ്ചി ഗ്ലൂക്കോസിനെതിരെ വല്ലതും പറയുന്നു? പറയില്ല സാർ. രാജേന്ദ്രൻ പോയിട്ട് വല്ലതും പറയുന്നുണ്ടോ സാർ? പറയില്ല. അവസരം മോശമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നീയൊക്കെ വന്നിരുന്ന് മറ്റുള്ളവർക്ക് ആക്ഷേപ ചാപ്പ കൊടുക്കുമ്പോൾ നിന്റെയൊക്കെ നേതാക്കൾ അവിടെ തയ്ച്ചു വെച്ചിട്ടുണ്ടേ. അധികാരം 10 വർഷം പോട്ടെ, 10 വർഷം ഇവന്മാർക്ക് അധികാരം പോയാൽ മതി. ഇവന്മാരെല്ലാം ഒന്നാന്തരമായിട്ട് നാഗപ്പുരിപ്പോ കൂടെ ഒന്നും വർത്താനം പറയണ്ട. അതേ ഉള്ളു കാര്യം. അതിന് വന്ന് വെറുതെ CPM-കാര് വിളിപ്പിക്കണം. മലപ്പുറത്ത് ഇവരെ കയ്യിലിരിപ്പ് കാരണം ഇവർക്ക് അവിടെ ഒരു ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ല. എന്നിട്ട് ഇവര് പറയുന്നത് അവരുടെ പേര് നോക്കും. എന്നിട്ട് ഇപ്പൊ കുറച്ചപ്പോഴും സജി ചെറിയ അത് മാറ്റി പറഞ്ഞു, പിൻവലിക്കുകയൊക്കെ ചെയ്തു. എന്ത് പിൻവലിച്ചിട്ട് എന്താ കാര്യം? 2-3 ദിവസം ഓടിയില്ലേ? അത് നോർത്ത് ഇന്ത്യ വരെയൊക്കെ ഓടി കളിച്ചില്ലേ അതൊക്കെ. ഇനിയിപ്പോ പിൻവലിച്ചിട്ട് എന്താ കാര്യം? അപ്പോ അതാണ് ഞാൻ ഈ അജയ് ഭായ് പറഞ്ഞ പോലെ ഇവരൊരു ഇരട്ടത്താപ്പേ. ഇവരിങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുമ്പോഴും എന്താണ് അവിടെ സംഭവിച്ചത്? ഇവർ ഈ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണെങ്കിലും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്താണെങ്കിലും ക്രിസ്ത്യാനികളുടെ അവിടെയാണെങ്കിലും അതാത് സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇവര് ഭൂരിഭാഗം നിർത്തുന്നത്. എന്നിട്ടാണ് ഈ മറ്റുള്ളവരെ ഇട്ടിട്ട് താങ്ങുന്നത്. ഇപ്പൊ മലപ്പുറം ജില്ലാ പഞ്ചായത്തില് 33 ഡിവിഷനില് 22 പേരും മറ്റേ മുസ്ലിങ്ങളെ ഇവര് നിർത്തിയിരിക്കണം. UDF 26, ഇവര് 22. അപ്പൊ ഇവർക്ക് എന്ത് പറയാനുള്ള, എന്ത് ഇതാണുള്ളത്? ഇതേ തന്നെയാണ് പാർലമെന്റ് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും ഒക്കെ തന്നെ അവസ്ഥ. എന്നിട്ട് ഇവിടെ ഇരുന്ന് പറയാ, ഞങ്ങള് ഭയങ്കര മതേതര തേങ്ങയാണ് ഭാഗ്യാണ്. ജമാഅത്തെ ഇസ്ലാമി തല്ലി പറയുന്ന പിണറായി വിജയന്റെ അതിന്റെ അമീറുമായിട്ടുള്ള ഫോട്ടോ ആണ് എന്റെ DP-യിലുള്ളത്. എല്ലാവരും ഒന്ന് സൂം ചെയ്ത് ഒന്ന് നോക്കിക്കോളൂ. അപ്പൊ ഇതന്നെ ഈ വോട്ടിന്റെ സ്വഭാവമാണ്, അവസരത്തിനൊത്ത് കളറ് മാറുന്ന ഒരു രീതി. ഇപ്പൊ കുറച്ച് അതിനെയൊക്കെ ന്യായീകരിച്ചു, അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതൊക്കെ ഇവർ ഇപ്പോഴും ന്യായീകരിച്ചു. ഫോട്ടോ പലപ്പോഴും ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. അതാത് സമയത്ത് ഈ അടിമകൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. ഇപ്പൊ എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ കിട്ടിയില്ല, അപ്പൊ കിട്ടാതിരുന്നപ്പോൾ അതിന്റെ ഇതാ ഇപ്പൊ ഈ കാണിക്കുന്നത്. കൂട്ടത്തിൽ തന്നെ ഭൂരിപക്ഷ വർഗീയതയെ ഒന്ന് താലോലിച്ചു കഴിഞ്ഞാൽ ഇതുവരെ പറ്റിയ ഡാമേജ് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലാണ്. ഇതുവരെ എന്തായിരുന്നു ചെയ്തിരുന്നത്?
ഈ ന്യൂനപക്ഷ തലകെട്ടുകാരനൊക്കെ വിളിച്ചു കൊടുന്ന് ഇരുത്തിയിട്ട് അവന് വേണ്ടിയിട്ട് പാദസേവ നടത്തുന്ന ഒരു ജോലിയല്ലായിരുന്നു അവർ ചെയ്തിരുന്നത്. അതോടുകൂടിയിട്ട് ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച് എന്നും ഈ അധികാരത്തിന്റെ ശീതളച്ചായയിൽ അഭിരമിക്കുക എന്നുള്ള ഒരു ധരിച്ചു വെച്ചിരുന്നത്. അത് പരാജയപ്പെട്ടു. അപ്പൊ ഇനി ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെ താലോലിക്കാം, അതിന്റെ ഗവേഷണമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും ഒരു പരാജയമായിരിക്കും. കാരണം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എല്ലാം വെറുക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട്. ആ സമൂഹം ഇതൊക്കെ നോക്കുന്നുണ്ട്. ഇയാളെ പോലുള്ള ഒരു വൃത്തികെട്ട മനുഷ്യൻ എന്ത് തോന്നിവാസവും കാണിക്കും അവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് ഭൂരിപക്ഷം വരുന്നവർ. അത്രയേ ഉള്ളൂ. അതാണ് ഈ കേരളത്തിന്റെ സെക്യുലർ ഭാവി ഇങ്ങനെ പോകുന്നത്. ഈ യവന്മാരെ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച ഉമ്മൻചാണ്ടി ഒരു പ്രാവശ്യം 2016 അന്ന് പറഞ്ഞു SNDPക്ക് ഭൂമി കൊടുത്തു, എല്ലാവർക്കും ഭൂമി കൊടുത്തു. അവസാനം 80% നമ്മുടെ കയ്യില. ജയിച്ചോ? ജയിക്കത്തില്ല. ഇതാണ് കേരളം. ഇത് അങ്ങനെയൊന്നും കേരളത്തിൽ നിന്ന് പോകത്തില്ല സാർ. കേരളത്തിൽ ഇപ്പൊ ഒന്നുകൂടെ വരുന്ന തലമുറയ്ക്ക് കുറെ കൂടെ അവർ ഈ ലീസ്റ്റ് ബോധാണ് ഈ കാര്യങ്ങൾ. ഈ ഷാഫി പറമ്പിലിനെതിരെ എന്തെല്ലാം ഈ യവന്മാരുടെ കോട്ടയിലെ യവന്മാരുടെ അണ്ടർവെയർ കയറിയില്ലയോ? എത്രയോ തവണ കൊണ്ട് കയറുന്നു. അവിടെ കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോൾ ഈ KK രമ ജയിച്ചത് എങ്ങനെയാണ്? യവന്മാർ ഒരു മനുഷ്യനെ 56 വെട്ട് 66 വെട്ട് വെട്ടി ഇറച്ചിയായിട്ട് ഒരു കൊട്ടയിൽ കൂട്ടുവെച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. അവർ തകർന്ന് മനസ്സിലായി. അന്ന് പറഞ്ഞ എന്താണ് ഒരു നേതാവ്? കൂലംകുത്തിയാണെന്നല്ലേ പറഞ്ഞത്? മനുഷ്യത്വത്തിന്റെ തരുമ്പ് അവർക്കുണ്ടോ? എന്നിട്ട് എന്താണ് ചെയ്തത്? ഏറ്റവും നിഷ്ഠൂരമായ പ്രവൃത്തി ഈ മനുഷ്യ മത സൗഹാർദ്ദത്തിന് പറയുന്നവന്മാർ ചെയ്തത് എന്താണ്? ആ വണ്ട ഇന്നോവയിൽ എന്തെഴുതി വെച്ചു? മാഷാ അള്ളാ. എന്താണത്? അത് വിരൽ ചൂണ്ടൽ അവനാണ് ചെയ്തത്. BJP പ്രഖ്യാപിതമായിട്ട് അവരുടെ ഒരു ശത്രുക്കളെ നിർമ്മിക്കുമ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? അവനാണ് ചെയ്തത്. പിന്നെ എന്താണ്? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ആരാണ്? ഇതേ രീതിയിലാണ്. അത് ഇസ്ലാമിസ്റ്റുകൾ ചെയ്തതാണ്. അപ്പോൾ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കും. ഏതെങ്കിലും നിരപരാധികളെ പാവപ്പെട്ടവൻ പോന്നവനെ കൊല്ലും. ഒരു വർഗീയ ലഹള ഉണ്ടായാലും നമ്മളുടെ ദൗത്യം വിജയിച്ചു. അന്ന് ഇവരായിരുന്നുവെങ്കിലോ നിങ്ങളത് ആലോചിക്കും. ഇവർ ഭരിക്കായിരുന്നെങ്കിൽ ഒഡിസുനി ഒന്നും എങ്ങും പോകത്തില്ല. അവര് വീണ്ടും ഒരു 10 പേരെ കൂടെ കൊന്നേനെ. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിത്യസംഭവങ്ങളായി. അത് അത്രയെങ്കിലും ആ തിരുവഞ്ചൂർ അവിടെ ഇരുന്നുകൊണ്ട് എന്തായാലും ജേക്കബ് കുഞ്ചൂസ് നന്നായ രീതിയിൽ അന്വേഷിച്ചു. ഷൗക്കത്ത് അലിയും പ്രത്യേകിച്ച് സുകുമാരനും അനൂപ് കുരുവിള ഇവർ ചെയ്തുകൊണ്ട് മാത്രം പോയി. പക്ഷെ അവസാനം വീണ്ടും യവന്മാർക്ക് കീഴടങ്ങി. അല്ലെങ്കിൽ ചെയ്യിച്ചവന്മാരെ കൂടെ പിടിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പലവന്മാരും ഇവിടെ അധികാരത്തിൽ വരത്തില്ലായിരുന്നു. ഇതൊരു സത്യമല്ലേ? ആർക്കറിയാത്തത്? എന്നിട്ട് അപ്പൊ ഒരു കലാപം ഉണ്ടായാലും അതാ ഞാൻ പറഞ്ഞു, മനുഷ്യൻ തമ്മിലടിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം മാത്രം. ഈ ഷാഫിക്കെതിരെ എന്തെല്ലാമാണ്? ഷാഫി മതപരമായിട്ട് അവരും യവന്മാരുണ്ടാക്കിയില്ലേ? ഈ പറയുന്ന മാഷിന്റെ ഒക്കെ മോളും എല്ലാം കൂടെ ചേർന്നുണ്ടല്ലേ ഒരു വ്യാജ ലതികയുടെ രീതിയിലൂടെ അതിന്റെ ഉടല് കണ്ടെത്തി. അതിന്റെ തല കണ്ടെത്തിയില്ല. അവരുടെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അവരുടെ ഫേസ്ബുക്കിൽ കൂടെയാണ് അവിടെ നിന്നാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ബാലം മൗലേക്ക് വന്നുണ്ടായത് നിങ്ങൾക്കറിയത്തില്ലേ? ഷാഫി പാർലമെന്റിൽ എടുത്ത് ഏത് പ്രതിജ്ഞയാണ്? ദൃഢപ്രതിജ്ഞ എടുത്തത്. എന്നിട്ട് പറയും ഒരു മുസ്ലിമിന് ഇങ്ങനെ ദൃഢപ്രതിജ്ഞ എടുക്കാവോ? അവന് ദൈവത്തിന്റെ നാമത്തിൽ അള്ളാഹുവിന്റെ നാമത്തിലല്ലേ പ്രതിജ്ഞ എടുക്കുന്ന? ആർക്കായിരുന്നു വേദന? ബാലം മൗലവിക്കാണ്. നോക്കണം, അവിടെയും കുത്തിത്തിരിപ്പാണ്. 10 വോട്ട് തിരിക്കാൻ പറ്റിയാണെങ്കിൽ അവനെതിരെ അടുത്ത തവണ 10 വോട്ട് കൊടുക്കാതിരിക്കും. ഈ പണിയൊക്കെ അറിയാം സാർ. ഇത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ അധികാരം ഇത് കച്ചവടം ചെയ്തതാ. ഞങ്ങളുടെ വികസനത്തെ കുറിച്ച് പറ. വികസനം നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ റെഡിയായി. അത് കൃത്യമായിട്ടൊരു കാര്യമാണ് അജയഭായി പറഞ്ഞത്. ഷാഫി പറമ്പിലിനെതിരെയൊക്കെ ഇവർ ചെയ്തു കൂട്ടിയ, ഞങ്ങള് പാലക്കാട് പോയ ആളാണ് ഷാഫി പറമ്പിൽ. പുള്ളിക്കൊക്കെ ഇവിടെ പുള്ളി എങ്ങനെയുള്ള ആളാണ്, എത്രത്തോളം മതേതരവാദിയാണെന്നുള്ളതൊക്കെ ഇവിടെ ഉള്ളവർക്ക് അറിയാം. ഇയാളെ പോലും ഇവര് വെറുതെ വിട്ടിട്ടില്ല.